നമുക്ക് നോക്കാം. എന്തുദ്ദേശിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത്? ലവ്, ലസ്റ്റ് അല്ല വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? എന്തുദ്ദേശമാണ് അവർക്ക് എന്ന് നമുക്ക് നോക്കാം. കട്ട്സ് ഷഫിൾഡ് ആണ് കേട്ടോ. നിമിഷമായി. 10 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് കപ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് കപ്സ്, 4 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് wands, 6 ഓഫ് കപ്സ്, 2 ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. ബേസിക്കലി വളരെയധികം സ്നേഹമാണ്. ആ സ്നേഹത്തോടെ നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. മേജർ ഇൻറ്റൻഷൻ അത് തന്നെയാണ് കേട്ടോ. നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നും അവർക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു തമാശയ്ക്കുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല അവർക്ക് ഇത് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ആണ് അവിടെ. സ്നേഹം തന്നെയാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളെ അവരുടെ പോസിബിൾ ആവുന്ന സമയത്ത് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ ഉപദേശങ്ങൾ അവർക്ക് വേണം. നിങ്ങൾ അവരുടെ ലൈഫിലെ വഴികാട്ടിയാണ്. ആ ഒരു കണക്ഷൻ അവർക്കെന്നും നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് 8 ഓഫ് കപ്സ് അവിടെ നിൽക്കട്ടെ, അതെനിക്ക് ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, 4 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങളും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. ഓക്കെ, എന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ കൈവലയത്തിൽ നിങ്ങളെ നിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുമൊത്തുള്ള ഒരു ലൈഫ് ലോങ് ടേമിലേക്ക്, ഓക്കെ, ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതായിട്ടും എല്ലാം ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ 3 ഓഫ് wands ആൻഡ് 6 ഓഫ് കപ്സ് വെച്ചിട്ട് അവർ ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പ്ലാൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്, ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ടാണ് അവർ ഇത്രയും പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവർ ജോലി ചെയ്യുന്നത് നിങ്ങളിൽ നിന്നും ദൂരെ ആയിരിക്കാം, എബ്രോഡ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം കേട്ടോ. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അവർ പ്ലാൻ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അവർ അവിടെ നിൽക്കാൻ ഇപ്പോൾ നിർബന്ധിതരാകുന്നത്? നിങ്ങളുടെ പ്രൊട്ടക്ഷനും കൂടി അവരുടെ ചുമതലയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലി സ്റ്റെബിലിറ്റിക്ക് ഫൈനാൻസ് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് അതിനുശേഷം കാര്യങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്ന് അവർ ചിന്തിക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ 2 ഓഫ് സോർഡ്സ്, ക്ലാരിഫൈ 2 ഓഫ് സോർഡ്സ്, ക്ലാരിഫൈ 2 ഓഫ് സോർഡ്സ്. ഈ സമയവും മാറി വരും എന്ന് അവർ ചിന്തിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ, പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങൾ പലരും ഒന്ന് സംശയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ സമയവും മാറി വരും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. സൂണർ ഓർ ലേറ്റർ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, വളരെയധികം സ്നേഹം തന്നെയാണ് അവരുടെ മനസ്സിൽ.